ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ലഭിക്കുന്നതായ ഭാഷണവും എന്നതായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരുമാറാകട്ടെ. നമുക്കത് വേണ്ടും വണ്ണം പഠിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്ന് സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ അശക്തരും ദൈവമേ, പലതും അറിഞ്ഞുകൂടാത്തവരുമാണ്. എന്നാൽ തക്ക സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്ക് കൂടെ ഉള്ളതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ. ഞങ്ങൾ പഠിക്കേണ്ടും വണ്ണം പഠിക്കുവാൻ, ഗ്രഹിക്കേണ്ടും വണ്ണം ഗ്രഹിക്കുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. അങ്ങയുടെ പാദപീഠത്തിൽ ശരണപ്പെടുന്നു. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്ന ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തലൻ പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും എൻ്റെ സാക്ഷികളായി തീരുകയും ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രാപിച്ചിട്ടുണ്ട്, നമ്മൾ ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഒരു അടയാളമാണ് സുവിശേഷീകരണം, സാക്ഷീകരിക്കുക. കർത്താവ് എന്നെ രക്ഷിച്ചു, വീണ്ടെടുത്തു, കർത്താവിൻ്റെ സാക്ഷിയാക്കി തീർത്തിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്ന അവസ്ഥയിൽ നിന്ന്, പാപത്തിൻ്റെ പിടിയിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു എന്നുള്ളതായ സാക്ഷ്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇത് ദൂതർക്കും കൂടെ കിട്ടാത്തൊരവസരമാണ് സാക്ഷ്യം പറയുക എന്ന് പറയുന്നത്. യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ രക്ഷാദായക ശക്തിയെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വിളിച്ചു പറയുക എന്നതാണ് ഓരോ വ്യക്തിക്കും ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യം. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ ദൗത്യം നമ്മൾ ചെയ്തു തീർത്താൽ ക്രിസ്തു ആ സമയത്ത് തന്നെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവെപ്പോൾ വരും എന്നുള്ളതിനെക്കുറിച്ച് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് അത് നിങ്ങൾക്ക് അറിയേണ്ടതല്ലെന്നും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് എൻ്റെ സാക്ഷികളാകുമെന്നുമാണ് യേശു പറയുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ കർത്താവിൻ്റെ സാക്ഷികൾ ആകുക, ജീവിക്കുന്ന സാക്ഷികൾ ആകുക എന്ന് ഉള്ളതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ കാര്യം. ഏതൊരു സാക്ഷ്യം പറയുന്നവൻ്റെ മേലും ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്ന് നിസ്സംശയം പറയുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ കൂടാതെ യേശു ജീവിക്കുന്നവനാണ്, യേശു രക്ഷകനാണ്, യേശു ദൈവമാണെന്ന് പറയുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. മനുഷ്യർക്ക് അത് കഴിയുന്ന കഴിവ് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളതായ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് അടിവരയിട്ട് ഞാൻ പറയുന്നു. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തി
സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ, സുവിശേഷം എന്നുള്ളത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് എന്ന് പൗലോസിൻ്റെ ദർശനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഈ സുവിശേഷീകരണം ലോകത്ത് എമ്പാടും എത്തിക്കുക എന്നുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഏതെങ്കിലും നിലയിൽ സുവിശേഷീകരണം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും, സംശയമില്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരാൽ കഴിയുന്നിടത്തോളം യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം, യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന സാക്ഷ്യവും, ഞാൻ യേശുവിൻ്റെ യേശു ജീവിക്കുന്നു എന്നുള്ളതിന് ഞാനൊരു സാക്ഷിയാണെന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാർ ജീവൻ പോലും കൊടുക്കുവാനിടയായിത്തീർന്നു. അതിനപ്പുറത്ത് ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല എന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുകയും ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കുകയും നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായിത്തീരുകയും ചെയ്യും. രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുക എന്നുള്ളതാണ്. ഇത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ അവർ 120 പേര് കൂടിയിരുന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് കാണുന്നു. ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരുടേതായ ചില കാര്യങ്ങളാണ്. അവർ കൂടിയിരുന്ന സ്ഥലം മുഴുവനും ഒരു മുഴക്കം കേട്ടു. അവർക്ക് കാണാൻ കഴിഞ്ഞത് അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ആ കാഴ്ച കണ്ടു. അപ്പോഴവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ഇപ്പം 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, ഒരു മുഴക്കം കേട്ടു. രണ്ടാമത്, അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷമായി. മൂന്നാമത്, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പം ഈ 3 കാര്യങ്ങൾ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളയിടത്ത് അത് സംഭവിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് അന്നും ഇന്നും എന്നും ആശ്ചര്യമാണ്, ഈ ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു, പതുക്കെ പറഞ്ഞുകൂടെ എന്നുള്ളതായ കാര്യം. ദർശനങ്ങൾ കാണുവാനിടയായിത്തീരുന്നു. അവനൊരു ദർശനക്കാരനെന്നുള്ളതായ ചിന്താഗതി. അതുപോലെ ഈ അന്യഭാഷകളിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയിൽ സംസാരിക്കുന്നു. ഇത് നമുക്ക് അറിഞ്ഞുകൂടെ. അപ്പോസ്തലന്മാരുടെ കാലത്ത് ചിലർക്കെങ്കിലും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലേ എന്നുള്ളതായ എല്ലാ ചോദ്യങ്ങൾക്കും ഇവിടെ തന്നെ മറുപടിയുണ്ട്. അന്യഭാഷ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല, ദൈവത്തോട് തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ഈ ഭാഷയ്ക്ക് പ്രത്യേകതയുണ്ട്. ഒരു ദിവസം നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഭാഷ അറിയാവുന്നവർക്ക് മാത്രമേ ദൈവവുമായി സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ ഭാഷ പ്രാപിക്കാൻ കഴിയാത്തവർക്ക് ദൈവരാജ്യത്തിലും ദൈവസന്നിധിയിൽ സംസാരിക്കുവാൻ സാധിക്കില്ലായിരിക്കാം. ഇത് എൻ്റെ ചിന്തയാണ്. എത്ര ഭാഷ സ്വർഗത്തിലുണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ന് അന്യഭാഷ എന്ന് പറയുമ്പോൾ
അതിലെ പ്രത്യേകതകളുണ്ട്. ഭാഷയ്ക്ക് അതിൻ്റെതായ ശൈലിയുണ്ട്, അതിൻ്റെ ഉച്ചാരണ ശുദ്ധിയുണ്ട്. എന്തെങ്കിലും പറയുന്നതല്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും പറയുന്നതായിട്ട് തോന്നിയാലും അത് ദൈവത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നതെല്ലാം വചനത്തിലൂടെയാണ്. വചനം പഠിച്ച് പ്രാപിക്കുന്ന ഒരാളുടെ മേൽ ദൈവത്തിൻ്റെ ആ തക്ക സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് ലഭിക്കുവാൻ കഴിയും. അത് ലഭിക്കുമ്പോഴാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ കർത്താവിനോട് അന്യഭാഷകളിലും സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ഉള്ളപ്പോഴാണ്. ഇത് പലരും പറയും അവിടെ കൂടി വരുന്നിടത്തെല്ലാം അപ്പോൾ ഭയങ്കര ബഹളമാണ്. അവിടെ എന്തൊരു ബഹളം! അവിടെ ഒരു ബഹളമില്ല. വാസ്തവത്തിൽ ദൈവമായിട്ട് ആളുകൾ സംസാരിക്കുന്നുവെന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ചന്തയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഓരോരുത്തരും ഓരോ സാധനം വില പറയുന്നു, ചോദിക്കുന്നു, വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു സംഭവം മാത്രമേ ആ ചന്തയുടെ അകത്ത് കയറുന്നവർക്ക് കാണാൻ കഴിയും. പക്ഷേ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അതൊരു ബഹളം പോലെ തോന്നും. ഇതുപോലെയാണ് അന്യഭാഷ സംസാരിക്കുമ്പോൾ ഇതൊരു ബഹളമാണ് എന്ന് പറയുന്നത്. അത് അപ്പോസ്തലൻ തന്നെ അവിടെ 2-ാം അധ്യായത്തിൽ പറയുന്നത്, മദ്യപിച്ചിരിക്കുന്നത് പോലെ. ഇത് ഈ സമയത്ത് ആരും മദ്യപിക്കാറില്ലല്ലോ, ഇത് 3 മണി നേരമല്ലേ ആയിട്ടുള്ളൂ. ഈ സമയത്ത്, അതായത് രാവിലെ ഏകദേശം 9 മണിക്കാണ്. ഇപ്പോഴാരും മദ്യപിക്കാറില്ല. ഇപ്പം മദ്യപാനത്തിൻ്റെ ശബ്ദമല്ല ഇത്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ. ഇതൊക്കെ ഊഹാഭോഗങ്ങളാണ്. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നുള്ളതായ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഊഹാഭോഗങ്ങളാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. അന്നും, അതായത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു തുടങ്ങിയ കാലഘട്ടത്തും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളും നിന്ദകളുമൊക്കെ പിതാക്കന്മാർ കേൾക്കുവാനിടയായിത്തീരുന്നത് സത്യമാണ്. അവർക്കും അത് തോന്നിയത്, അതായത് കൂടി വന്ന ആളുകൾക്കൊക്കെ തോന്നിയത്, 120-ക്കല്ല, മറ്റുള്ളവർക്ക് തോന്നിയത് ഇവർ മദ്യപിച്ച് സംസാരിക്കുന്നു എന്നാണ്. അപ്പോൾ അത് പുറത്തുള്ളവർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുകയുള്ളൂ. ഇന്നും അങ്ങനെ തോന്നുകയുള്ളൂ. അവർക്ക് ചില ദർശനം ഉണ്ടായത് ഈ ഇടിമുഴക്കം പോലെ, അല്ലെങ്കിൽ ശബ്ദമുണ്ടായി അഗ്നിജ്വാലകൾ പോലെ പുലർന്നിരിക്കുന്നതായ ആ ദർശനം അവർക്കുണ്ടാകുവാനിടയായിത്തീർന്നു. ഇപ്പോഴും അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ആ ദൈവീക ദർശനങ്ങൾ നമുക്ക് കാണുന്നത് അനുഭവിക്കുവാൻ കഴിയുന്നു. അപ്പോഴാണ് അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങിയത്. ആ തുടക്കം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. എൻ്റെ വിശ്വാസം യേശുവിൻ്റെ 2-ാമത്തെ വരവ് വരെയും അത് ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ മാത്രമേ അത് നിന്നുപോകുവാനുള്ള സാധ്യത ഉള്ളൂ. ഈ അന്യഭാഷ പ്രാപിച്ചു കഴിഞ്ഞാൽ, ആ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുവാനിടയായിത്തീരും. ഇപ്പോൾ പത്രോസ് പള്ളിയിലേക്ക് പോകുമ്പോൾ മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടു. അവനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നടന്നു എന്നുള്ളതായ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുന്നു. ഇതേ രൂപത്തിലും ഭാവത്തിലും
മറ്റ് അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒരു ജീവിതത്തിൽ മാറ്റമുണ്ടായി വന്നാൽ അതൊരു അത്ഭുതം തന്നെയാണ്. ഒരാൾ മാനസാന്തരപ്പെടുന്നതിനപ്പുറത്ത് ഒരത്ഭുതം ഇല്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ അത് ഉപേക്ഷിക്കുന്നു, പിന്നെ വ്യഭിചാരിയായ മനുഷ്യൻ അത് ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദൂഷ സ്വഭാവങ്ങൾക്ക്, പൈശാചിക സ്വഭാവങ്ങൾക്ക് അടിമയായിരിക്കുന്ന വ്യക്തി അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു അത്ഭുതം നടക്കാനായിട്ടില്ല. ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിലും അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു എന്നൊക്കെ പറയുന്നു. ചിലപ്പോൾ ശരിയായിരിക്കാം, അത് നടക്കാം. പക്ഷേ മനം മാറ്റം നടക്കുന്നത് അപൂർവമാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ശബ്ദം പോലെ അവർ മതം മാറി എന്ന് പറയുന്നതല്ല. മനസ്സിന് മാറ്റം ഉണ്ടാകുന്നു, ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാകുന്നെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നത്. ഇപ്പോൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രയാസമാണെന്നൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഞാൻ സ്വതന്ത്രനാണ്, സ്വസ്ഥനാണ്, ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനാണെന്ന അവരുടെ അനുഭവത്തിലെ വിശ്വാസം വരുമ്പോൾ അവരുടെ സ്വന്തം അനുഭവമാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല. മറ്റുള്ളവർ ചിലപ്പോൾ കാണുമ്പോൾ കത്തുന്ന ഒരു തീകുണ്ടം പോലെ ആ കുടുംബം ഇപ്പോൾ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന അളവിൽ കാര്യങ്ങളെ കാണുവാൻ കഴിയുന്ന സംഭവങ്ങളുണ്ട്. അതുണ്ടാകും. ഈ 1-ാം നൂറ്റാണ്ടിൽ തന്നെയും മദ്യപിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നത് പോലെ അനുഭവം ഉണ്ടായതുപോലെ ആണ് എന്ന് വീണ്ടും പറയുന്നു. ഈ പരിശുദ്ധാത്മാവിനെ ഒരച്ചാരമായിട്ട് ദൈവം നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. ഇതൊരു വലിയ പ്രക്രിയയാണ്. അച്ചാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കുക എന്നുള്ളതുപോലെ യേശുവിൻ്റെ സന്നിധിയിൽ ഒരാൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവൻ യേശുവിൻ്റെതാണ് എന്ന് ഭാഷണമോ ഒന്നുമില്ലാതെ തന്നെ വിളിച്ചു പറയുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുക എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം നമുക്ക് വേണ്ടി ദൈവം കൊടുത്തുകൊണ്ടാണ് നമ്മളെ മണവാട്ടി വർഗമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുക, പരിശുദ്ധാത്മാവിനെ അച്ചാരമായി കൊടുക്കുക, ഇങ്ങനെ പല വിധത്തിൽ ബൈബിളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അത് ഒരു കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല, ഒരു കാര്യം കൊണ്ട് നമ്മൾ നിശ്ചയിക്കാൻ പാടുള്ളതുമല്ല. ഈ ലോകത്തിലെ എല്ലാ കഷ്ടങ്ങളും പിതാക്കന്മാർ അനുഭവിച്ചു. ഇപ്പോൾ അപ്പോസ്തലന്മാർ തന്നെ യോഹന്നാനെ പോയിട്ടുള്ള മറ്റെല്ലാവരും രക്തസാക്ഷികളായി തീർന്നു. അവർ അനുഭവിച്ച പീഡകൾ ഭയങ്കരമാണെന്ന് നമ്മൾ പഠിക്കുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് അങ്ങനെ ചോദിക്കാം, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇവരെ അതിൽ നിന്നെല്ലാം വിടുവിച്ചുകൂടെ എന്നുള്ളത്. അങ്ങനെയല്ല, ഇത് അനുഭവിക്കേണ്ടതായിട്ട് ഉണ്ടെന്ന് യേശു തന്നെ പറഞ്ഞു. ഈ പച്ച
ചെടിയോടിങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനെന്താണ് സംഭവിക്കുക എന്ന് ഒരിക്കൽ കർത്താവ് ചോദിച്ചു. അപ്പോൾ യേശു പോലും ഈ കഷ്ടതയിലൂടെയാണ് കടന്നു പോയതെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും, മോശയായാലും അബ്രഹാമായാലും എല്ലാവരും കഷ്ടത അനുഭവിക്കാത്തവരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഈ കഷ്ടതയിലൂടെയാണ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളിലൂടെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് മനസ്സിലാക്കുന്നു. ഒന്നാം നൂറ്റാണ്ടിലും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുന്നു. ചിലപ്പോൾ വിരളമായിട്ടായിരിക്കാം ഈ ക്രിസ്തുവിൻ്റെ മാർഗം പ്രചരിച്ചത്. ആ സമയങ്ങളിൽ ഇന്നും അനേകർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ അതെന്തോ ഒരാത്മാവാണ്, എവിടെ കിട്ടും, അത് വില കൊടുത്താൽ കിട്ടാവുന്നതാണോ? ശീമോൻ എന്ന് പറഞ്ഞ ഒരുത്തൻ 1-ാം നൂറ്റാണ്ടിലും ഇത് വിലയ്ക്ക് വാങ്ങാം എന്ന് ചിന്തിച്ചതായി കാണുന്നു. അപ്പോൾ ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ചിന്താഗതികളാണതൊക്കെ. ഇതിനെ വിമർശിക്കുന്നവർക്കും അവർക്ക് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതിൻ്റെ സത്യം ബൈബിളിൽ നിന്ന് പഠിക്കുമ്പോഴേ അതിൽ നിന്ന് അവർ സ്വതന്ത്രരായി തീരുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമല്ല, ദൈവരാജ്യത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിലേതെങ്കിലും ഒരു അനുഭവമെങ്കിലും ഉണ്ടായിരിക്കും. അവരൊന്നുകിൽ ശക്തി പ്രാപിച്ച് കർത്താവിൻ്റെ സാക്ഷിയായി തീരും, അവർ അന്യഭാഷയെ സംസാരിക്കും, അവർക്ക് ദർശനങ്ങളുണ്ടാകും, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ചിലരെങ്കിലും ചെയ്യും. അവരുടെ ആത്മാവിനെ പ്രാപിക്കും, ആത്മാവിനാൽ നിറയപ്പെടും, ആത്മാവിൻ്റെ അച്ചാരം ലഭിച്ചു എന്നുള്ളതായ വിശ്വാസത്തിൽ ജീവിക്കും. ഒരു ഭൂമിക്ക് ഒരാൾ അഡ്വാൻസ് കൊടുക്കുമ്പോൾ മുതൽ ആ ഭൂമിയുടെ മേൽ അയാൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഏതെങ്കിലും നിലകളിൽ നമ്മുടെ മേലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മേൽ ക്രിസ്തുവിന് ഒരു അധികാരവും അവകാശവും ഉണ്ട്. നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് ഇടയായിത്തീരും. ഈ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ മറിയയും ഉണ്ടായിരുന്നു. യേശുവിനെ പ്രസവിച്ച മറിയ സഹോദരി അവിടെ ഉണ്ടായിരുന്നുവെന്ന് പ്രത്യേകം ബൈബിളിൽ എടുത്തു പറയുന്നു. അപ്പോൾ യേശുവിനെ പ്രസവിച്ച മാതാവിന് പോലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയധികം പ്രാപിക്കണമെന്നുള്ളത് ഓരോ പ്രിയപ്പെട്ടവരും കൂലങ്കഷമായി ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ആ പ്രാപണത്തിന് വേണ്ടി ഒരുങ്ങാം. തുടർന്നും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് ദൈവം കൃപ തരുമാറാകട്ടെ. തൃപ്പാദപീഠത്തിൽ തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. നിങ്ങൾക്ക് സന്തോഷവും തോന്നിയാൽ ഈ സുവിശേഷീകരണത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങളും ചെയ്യുന്നു എന്നുറപ്പാണ്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിനെല്ലാം കർത്താവ് നിങ്ങളെ
സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.